ഇന്ത്യക്കാരെ തെക്കും വടക്കും പഠിപ്പിക്കാനാണ് മിഷണറിമാർ ഇവിടെ സ്കൂളുകൾ തുടങ്ങിയത് എന്ന് ഈ അടുത്ത ദിവസം ഒരു പാതിരി പറയുകയുണ്ടായി. പാതിരി എന്ന് പറയുമ്പോൾ ഈ പാതിരിയുടെ ദൈവം ആരാണെന്ന് കൂടി പറയാതെ നിവൃത്തിയില്ല. ഇന്ത്യക്കാരെ ഇത്രയും അപമാനിച്ച സ്ഥിതിക്ക് ഇത് പറയാതിരിക്കാൻ എനിക്ക് മേരിയുടെ അവിഹിത സന്തതിയെ ദൈവത്തിൻ്റെ ഏകജാതൻ എന്ന് പറഞ്ഞാരാധിക്കുന്ന പാതിരി പറയുകയുണ്ടായി, ഇന്ത്യക്കാരെ തെക്കും വടക്കും പഠിപ്പിക്കാനാണ് മിഷണറിമാർ ഭാരതത്തിൽ സ്കൂളുകൾ തുടങ്ങിയത് എന്ന്. ആരാണ് പാതിരി? ദൈവത്തിൻ്റെ ഏകജാതനാണ് ക്രിസ്തുവെങ്കിൽ, യേശുവെങ്കിൽ പാതിരി ആരാ? ക്രിസ്ത്യാനികൾ ആരാ? അവരൊക്കെ ചെകുത്താൻ്റെ മക്കളാണ്. അപ്പം ചെകുത്താൻ്റെ സന്തതിക്ക് ഒരു മറുപടി. ഇത് ഫേസ്ബുക്കിൽ ബിജു തെക്കേടത്ത് കൊടുത്ത ഒരു ആധികാരികമായ ഒരു ലേഖനമാണ്. അത് ഞാനിവിടെ വായിക്കുകയാണ്. മിഷണറിമാരായി വന്ന ക്രിസ്ത്യാനികളാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസം ഉണ്ടാക്കിയത് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നവർക്ക് ചരിത്രരേഖകൾ മറ്റൊരു കഥയാണ് പറയുന്നത്. 1822-26 മദ്രാസ് പ്രസിഡൻസിയിൽ ഗവർണർ തോമസ് മൺറോയുടെ നിർദ്ദേശപ്രകാരം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നടത്തിയ സർവേയിൽ രേഖപ്പെടുത്തിയിരുന്നത് 12498 തദ്ദേശീയ സ്കൂളുകൾ, 1094 ഉന്നത പഠന കേന്ദ്രങ്ങൾ, ഏകദേശം 1.88 ലക്ഷം, അതായത് 1.88 ലക്ഷം, 1,88,000 ലക്ഷം വിദ്യാർത്ഥികൾ. 1835-38 ബംഗാൾ ബീഹാറിൽ വില്യം ആഡം നടത്തിയ പഠനത്തിൽ അവിടെ ആകെ ഏകദേശം 1 ലക്ഷം തദ്ദേശീയ സ്കൂളുകൾ ഉണ്ടായിരിക്കാമെന്ന് അദ്ദേഹം വിലയിരുത്തി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഗ്രാമീണ സമൂഹം തന്നെ നിലനിർത്തിയിരുന്ന ഒരു വിദ്യാഭ്യാസ ശൃംഖലയായിരുന്നു അത്. ഗുരുകുലങ്ങൾ, വേദങ്ങൾ, തത്വചിന്ത, വ്യാകരണം, ഗണിതം, ജ്യോതിശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങൾ പഠിപ്പിച്ചു. പാഠശാലകൾ, ഗ്രാമങ്ങളിൽ വായന, എഴുത്ത്, കണക്ക് തുടങ്ങിയ പ്രായോഗിക വിദ്യാഭ്യാസം നൽകി. മദ്രസകളും മക്തബുകളും അറബി, പേർഷ്യൻ, ഇസ്ലാമിക പഠനങ്ങൾക്കൊപ്പം മറ്റ് വിഷയങ്ങളും പഠിപ്പിച്ചു. ക്ഷേത്രങ്ങൾ, മഠങ്ങൾ, പ്രാദേശിക സമൂഹങ്ങൾ എന്നിവയും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചു. ഗുരുകുല സമ്പ്രദായം ആയിരക്കണക്കിന് വർഷങ്ങളായി നിലവിലുണ്ടായിരുന്ന രീതിയാണ്. വിദ്യാർത്ഥികൾ ഗുരുവിൻ്റെ ആശ്രമത്തിൽ പഠിക്കുമായിരുന്നു. പഠിപ്പിച്ചിരുന്ന വിഷയങ്ങൾ വേദങ്ങളും ഉപനിഷത്തുകളും, സംസ്കൃത വ്യാകരണം, ഗണിതം, ജ്യോതിശാസ്ത്രം, ആയുർവേദം, തത്വചിന്ത, സംഗീതം, കല, ആയോധന കല തുടങ്ങിയവയായിരുന്നു. ഗ്രാമങ്ങളിലെ പാഠശാലകൾ, മിക്ക ഗ്രാമങ്ങളിലും പ്രാദേശിക പാഠശാലകൾ ഉണ്ടായിരുന്നു. ഇവിടെ പഠിപ്പിച്ചിരുന്നത് വായനയും എഴുത്തും, കണക്ക്, കച്ചവട കണക്കുകൾ, കത്തുകൾ എഴുതുന്ന രീതി, പ്രാദേശിക ഭാഷ. കർഷകരുടെയും വ്യാപാരികളുടെയും മക്കൾ ഇത്തരം സ്കൂളുകളിൽ പഠിച്ചിരുന്നു. മദ്രസകളും മക്തബുകളും മുസ്ലിം ഭരണകാലത്ത് വ്യാപകമായി പ്രവർത്തിച്ചു. വിഷയങ്ങൾ അറബി, പേർഷ്യൻ, ഖുറാൻ പഠനം, ഗണിതം, ജ്യോതിശാസ്ത്രം, നിയമശാസ്ത്രം, സാഹിത്യം ഇവയായിരുന്നു. ഉന്നത പഠന കേന്ദ്രങ്ങൾ. പുരാതന ഇന്ത്യയിൽ ലോകപ്രശസ്ത സർവകലാശാലകൾ ഉണ്ടായിരുന്നു. തളന്ത സർവകലാശാല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ എത്തിയിരുന്നു. വിക്രമശില സർവകലാശാല തക്ഷശില വൈദ്യം, രാഷ്ട്രീയം, സാമ്പത്തിക ശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രശസ്തമായിരുന്നു. ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ യാഥാർത്ഥ്യം 1830കളിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ വില്യം ആഡം ബംഗാളിലും ബീഹാറിലും നടത്തിയ സർവേയിൽ ആയിരക്കണക്കിന് തദ്ദേശീയ സ്കൂളുകൾ പ്രവർത്തിച്ചിരുന്നതായി രേഖപ്പെടുത്തി. അതുപോലെ 1820കളിൽ മദ്രാസ് പ്രസിഡൻഷ്യയിൽ പ്രവർത്തിച്ചിരുന്ന തോമസ് മൺറോ ഗ്രാമങ്ങളിൽ വ്യാപകമായി പ്രാദേശിക സ്കൂളുകൾ ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട്
ധരംപാൽ തന്റെ പ്രശസ്തമായ ബ്യൂട്ടിഫുൾ ട്രീ എന്ന ഗ്രന്ഥത്തിൽ ഈ ബ്രിട്ടീഷ് രേഖകൾ ശേഖരിച്ച് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം തദ്ദേശീയ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള പ്രധാന സ്രോതസ്സുകളിൽ ഒന്നാണ്. ബ്രിട്ടീഷ് കാലത്തെ പ്രധാന റിപ്പോർട്ടുകൾ പറയുന്നത് 1822 1826 തോമസ് മൺറോയുടെ സർവേ മദ്രാസ് പ്രസിഡൻഷ്യയിൽ ഏകദേശം 11,500 മുതൽ 12,500 തദ്ദേശീയ സ്കൂളുകളും കോളേജുകളും ഉണ്ടായിരുന്നതായി കണ്ടെത്തി. പല ഉദ്യോഗസ്ഥരും മിക്ക ഗ്രാമങ്ങളിലും ഒരു സ്കൂളെങ്കിലും ഉണ്ടായിരുന്നു എന്നും രേഖപ്പെടുത്തി. അസ്താ ഭാരതി +1 1835 1838 വില്യം ആഡം യുടെ റിപ്പോർട്ടുകൾ ബംഗാളിലും ബീഹാറിലും ഏകദേശം 1,00,000 തദ്ദേശീയ വിദ്യാലയങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് മുൻകാല രേഖകളുടെയും സ്വന്തം പഠനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തി. 1835 ഇതിന് പിന്നാലെയാണ് മെക്കാളയുടെ മിനിറ്റ്സ് ഓൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ വരുന്നത്. അതിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകണമെന്ന ബ്രിട്ടീഷ് ഭരണത്തിനും ഇന്ത്യൻ ജനതയ്ക്കുമിടയിൽ പ്രവർത്തിക്കുന്ന ഒരു പുതിയ വിദ്യാഭ്യാസം നേടിയ വർഗത്തെ സൃഷ്ടിക്കണമെന്നും അദ്ദേഹം ശുപാർശ ചെയ്യുന്നു.